ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും തിരിച്ചറിയാതെ പോകുന്ന സ്നേഹം എന്നും മനസ്സിൻ്റെ നൊമ്പരമാണ്. എല്ലായ്പ്പോഴും ജീവിതം നമ്മൾ വിചാരിക്കുന്നത് പോലെയാകണമെന്നില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ ജീവിതത്തിന് ഒരു ഭംഗിയും ഉണ്ടാകുമായിരുന്നില്ല. കഠിനാധ്വാനം ചെയ്ത വിയർപ്പിൻ്റെ ദുർഗന്ധത്തിൽ നിന്നാണ് വിജയത്തിൻ്റെ മധുരഗന്ധം ഉണ്ടാകുന്നത്. നല്ല ഭാവിയെക്കുറിച്ച് ചിന്തയുള്ളവൻ വർത്തമാനകാലത്തിലെ തൻ്റെ മോശം പ്രവൃത്തികളെ നിയന്ത്രിക്കും. നമുക്ക് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വെളിച്ചം മാത്രമാണ് ഇല്ലാതാകുന്നത്. മറ്റെല്ലാം പഴയതുപോലെ തന്നെ. നമ്മൾ പറയുന്ന സത്യത്തേക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് നമ്മളെക്കുറിച്ച് മറ്റൊരാൾ പറയുന്ന കള്ളത്തെയാണ്. ക്ഷമ ഏറ്റവും വലിയ ആയുധവും മൗനം ഏറ്റവും വലിയ പ്രതികാരവുമാണെന്ന് പറഞ്ഞാലും ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്നത് ക്ഷമിക്കുന്നവനും മൗനം പാലിക്കുന്നവനും തന്നെയാണ്. വിജയം രണ്ട് രീതിയിലൂടെയാണ് ഉണ്ടാകുന്നത്. ഒന്ന് കഠിനാധ്വാനത്തിലൂടെ, മറ്റൊന്ന് ആകസ്മികമായി. ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ പിന്നീട് അത് ഓർത്തു പറയേണ്ട ആവശ്യം വരില്ല. ചിരിക്കാനുള്ള 1000 കാരണങ്ങൾ ഉണ്ടെങ്കിലും കരയാനുള്ള ഒറ്റ കാരണം മതി നമ്മുടെ സന്തോഷമെല്ലാം ഇല്ലാതാകാൻ. ലോകത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്തുക എന്നതും ഏറ്റവും എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി അവരെ കുറ്റപ്പെടുത്തുക എന്നുള്ളതുമാണ്. ഒരു കാര്യം നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നില്ലെങ്കിലും കഴിയില്ലെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. ഒറ്റ രാത്രിയിലെ വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് മറ്റനേകം രാത്രികൾ ചിലവഴിക്കേണ്ടി വരും. ഒരു സ്ത്രീയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പുരുഷൻ ആ സ്ത്രീയെ സ്വന്തമാക്കണമെന്ന് ആലോചിക്കുമ്പോൾ സ്നേഹം അഭിനയിക്കുന്ന പുരുഷൻ അവളെ എങ്ങനെ ഉപേക്ഷിക്കാം എന്നായിരിക്കും ചിന്തിക്കുന്നത്. കലഹിക്കുന്ന ഓരോന്നുമായി കലഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒന്നിനും അവസാനം ഉണ്ടാകില്ല. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് തിരിച്ചു പിടിക്കാൻ പ്രയാസമുള്ള ഒന്നാണ് വിശ്വാസം. ബുദ്ധിമാന്മാർക്ക് അനുഭവങ്ങൾ നല്ല അധ്യാപകർ ആയിരിക്കും.